നമസ്കാരം. ഇന്നത്തെ ക്യാപ്ഷൻ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു കാണുമല്ലോ. 15 ലക്ഷം രൂപയുടെ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനിന് പ്രതിവർഷം കേവലം 899 രൂപ മാത്രം. ആരോഗ്യ ഇൻഷുറൻസ് പ്രീമിയം അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ ഇത് സത്യമാണോ? ഇന്ത്യൻ തപാൽ വകുപ്പിന്റെ സ്കീം ആയതുകൊണ്ട് തട്ടിപ്പാകാൻ വഴിയില്ല. ഇങ്ങനെ നിരവധി സംശയങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകുമെന്നറിയാം. ഇതിനുള്ള വളരെ കൃത്യമായ ഡീറ്റെയിലിംഗ് ആണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഈ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എ ക്വിക്ക് ഇൻട്രൊഡക്ഷൻ അബൌട്ട് മൈസെൽഫ്. എൻ്റെ പേര് സനോജ് ജലാൽ, എ സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ കൺസൾട്ടൻറ്റ്. ഇൻഷുറൻസിനെ പറ്റിയിട്ടുള്ള എല്ലാ ഇൻഫോർമേഷനുകളും വളരെ കൃത്യമായി പഠിച്ചും റിസർച്ചും ചെയ്തതിന് ശേഷം മാത്രമാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത്. ട്രസ്റ്റ് ടോക്ക് എന്ന ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ ടു ഗെറ്റ് ദ റൈറ്റ് ഇൻഫോർമേഷൻസ് അറ്റ് റൈറ്റ് ടൈം. ബി ഹെൽത്തി ആൻഡ് വെൽത്തി. ഇന്ത്യൻ തപാൽ വകുപ്പിന്റെ കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്കും നിവാബൂബ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയും സംയോജിതമായി അവതരിപ്പിച്ചിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതിയാണ് ഹെൽത്ത് പ്ലസ് എന്ന ഈ പ്ലാൻ. ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്കിൽ നിലവിൽ അക്കൗണ്ട് ഉള്ളവർക്കോ 200 രൂപ മുടക്കി പുതിയൊരു ബാങ്ക് അക്കൗണ്ട് എടുക്കുന്നവർക്കോ ഈ പ്ലാനിന്റെ ഭാഗമാകാം. ഈ പ്ലാനിൽ ജോയിൻ ചെയ്യാനുള്ള ബേസിക് എലിജിബിലിറ്റി ക്രൈറ്റീരിയ, ബെനിഫിറ്റ് ആൻഡ് ഫീച്ചേഴ്സ് തുടങ്ങിയ കാര്യങ്ങൾ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പോളിസി ടൈപ്പ് ഫ്ലോട്ടർ ആൻഡ് ഇൻഡിവിജ്വൽ ഓപ്ഷൻ ഈ പ്ലാനിൽ അവൈലബിൾ ആണ്. നെക്സ്റ്റ് പോയിന്റ് ഫാമിലി ഡെഫിനിഷൻ ആണ്. 1 adult plus 2 adults, 2 adults plus 1 children, 2 adults plus 2 children എന്ന കോമ്പിനേഷനിൽ നമുക്ക് ഈ പ്ലാനിൻ്റെ ഭാഗമാകാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് പോയിന്റ് ഏജ് ക്രൈറ്റീരിയ ആണ്. അഡൽട്സിന് 18 വയസ്സ് തൊട്ട് 60 വയസ്സ് വരെയും ചിൽഡ്രന് 91st ഡേ തൊട്ട് 21 ഏജ് വരെയും ഈ പ്ലാനിൽ എൻറോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് പോയിന്റ് സം ഇൻഷുർഡ് ആണ്. സം ഇൻഷുർഡ് 15 lakhs ആണ് ഈ പ്ലാനിൽ വരുന്നത് വിത്ത് 2 lakh ഡിഡക്റ്റബിൾ. ഈ 2 lakh ഡിഡക്റ്റബിളിൻ്റെ കാര്യം നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എന്താണ് 2 lakh ഡിഡക്റ്റബിൾ? ഈ പ്ലാനിൽ 15 ലക്ഷം രൂപയുടെ സം ഇൻഷുർഡ് പരിധി ലഭിക്കുന്നുണ്ടെങ്കിലും ഒരു ഹോസ്പിറ്റലൈസേഷൻ വരുന്ന സാഹചര്യത്തിൽ പോളിസി ഹോൾഡറിനുണ്ടാകുന്ന ആദ്യത്തെ 2 ലക്ഷം രൂപയുടെ എക്സ്പെൻസ് പോളിസി ഹോൾഡർ സ്വന്തം പോക്കറ്റിൽ നിന്നോ മറ്റേതെങ്കിലും ഹെൽത്ത് ഇൻഷുറൻസ് മുഖേനയോ വഹിക്കണമെന്നർത്ഥം. കുറച്ചും കൂടി ലളിതമായി പറഞ്ഞാൽ ഒരു വർഷം 2 ലക്ഷം രൂപയുടെ മുകളിലുണ്ടാകുന്ന അധിക ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസുകൾ മാത്രമാണ് ഈ പ്ലാനിൽ കവർ ചെയ്യാൻ സാധിക്കുന്നത്. ഇതുകൊണ്ട് മാത്രമാണ് ഈ പ്ലാനിൻ്റെ ഇൻഷുറൻസ് പ്രീമിയം തുക ഇത്രയും കുറഞ്ഞ രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ കമ്പനിക്ക് സാധിക്കുന്നത്. അടുത്തതായി നമുക്ക് ഈ പ്ലാനിൻ്റെ ബേസിക് ബെനിഫിറ്റ് ആൻഡ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ് ഇൻപേഷ്യന്റ് ഹോസ്പിറ്റലൈസേഷൻ ആണ്. 24 മണിക്കൂറിന് ശേഷമുള്ള എല്ലാ ഹോസ്പിറ്റൽ എക്സ്പെൻസുകളും അപ് ടു സം ഇൻഷുർഡ് വരെ ഈ പ്ലാനിൽ കവർ ചെയ്യുന്നതാണ്. നെക്സ്റ്റ് പോയിന്റ് റൂം റെന്റ് ആണ്. സിംഗിൾ പ്രൈവറ്റ് റൂം ഈ പ്ലാനിൽ ഒക്യുപ്പൈ ചെയ്യാവുന്നതാണ്. IC റൂം എഗെയിൻ അപ് ടു സം ഇൻഷുർഡ് വരെ കസ്റ്റമറിന് ലഭിക്കുന്നതാണ്. നെക്സ്റ്റ് പോയിന്റ് ഡേ കെയർ പ്രൊസീജിയേഴ്സ് 536 ഡേ കെയർ ലിസ്റ്റഡ് പ്രൊസീജിയേഴ്സ് ഈ പ്ലാനിൽ കവർ ചെയ്യുന്നതാണ്. പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ 30 and 60 days അപ് ടു സം ഇൻഷുർഡ് വരെ പോളിസി ഹോൾഡറിന് ക്ലെയിം ചെയ്യാവുന്നതാണ്. ഡോണർ എക്സ്പെൻസ് എഗെയിൻ അപ് ടു സം ഇൻഷുർഡ്. നെക്സ്റ്റ് പോയിന്റ് മോഡേൺ ട്രീറ്റ്മെന്റ് എക്സ്പെൻസ് ആണ്. ദാറ്റ് ഈസ് ഓൾസോ കവേർഡ് അപ് ടു സം ഇൻഷുർഡ്, ഗ്യാരണ്ടീഡ് ആസ് പെർ ടേംസ് ആൻഡ് കണ്ടീഷൻ. നെക്സ്റ്റ് ഈ പ്ലാനിന്റെ വെയിറ്റിംഗ് പീരീഡ്സ് ആണ്. ഇനിഷ്യൽ വെയിറ്റിംഗ് പീരീഡ് 30 ദിവസമാണ്. 31st ഡേ ഓൺവേർഡ്സ് ആണ് പ്ലാനിൽ കവറേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്പെസിഫൈഡ് ഡിസീസ് വെയിറ്റിംഗ് പീരീഡ് 24 മാസമാണ്. ആൻഡ് നെക്സ്റ്റ് പോയിന്റ് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് വെയിറ്റിംഗ് പീരീഡ്, നിലവിൽ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അത് കവർ ചെയ്യാനായിട്ട് 24 മാസമാണ് വെയിറ്റിംഗ് പീരീഡ് വരുന്നത്. ഇമ്പോർട്ടൻറ്റ് പോയിന്റ് പ്രൈസിങ്. ഈ പ്ലാനിൽ ഡിഫറെൻറ്റ് ഫാമിലി കോമ്പിനേഷനിൽ വരുന്ന ഡിഫറെൻറ്റ് പ്രൈസിങ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ പ്ലാനിൽ സം ഇൻഷുർഡ് ഒറ്റ സം ഇൻഷുർഡാണ് വരുന്നത്. ദാറ്റ് ഈസ് 15 lakhs. ഫാമിലി കോമ്പിനേഷൻ അനുസരിച്ചാണ് ഈ പ്ലാനിൽ പ്രീമിയം വരുന്നത്. 1 adultsന് 899 rupees ആണ് ഇൻക്ലൂഡിംഗ് ടാക്സ്. 2 adults ഇറ്റ് ഈസ് കമ്മിങ് 1399. 2 adults plus 1 children 1799 rupees and 2 adults and 2 children 2199 rupees ആണ് ഒരു വർഷം വരുന്നത്. ഹിയർ കംസ് മൈ പേഴ്സണൽ റെക്കമെൻഡേഷൻ. ഈ പ്ലാൻ ഒരു ബേസ് പ്ലാൻ ആയിട്ട് നമുക്ക് പരിഗണിക്കാൻ സാധിക്കുന്നതല്ല. ബിക്കോസ് അതിൻ്റെ ബേസിക്കലി ഇൻബിൽട്ട് ആയിട്ട് 2 ലക്ഷം രൂപയുടെ ഡിഡക്റ്റബിൾ ഈ പ്ലാനിൽ വരുന്നുണ്ട്. പിന്നെ ഈ പ്ലാൻ ആർക്കൊക്കെ പരിഗണിക്കാം നമുക്കൊന്ന് നോക്കാം. ഒന്ന്, പ്രീമിയം അഫോർഡബിലിറ്റി കുറഞ്ഞ ആളുകൾക്ക് 2 ലക്ഷം രൂപയുടെ എക്സ്പെൻസുകൾ സ്വന്തം പോക്കറ്റിൽ നിന്ന് വഹിക്കാം. അതിന് മുകളിലുള്ള എക്സ്പെൻസുകൾ 15 ലക്ഷം രൂപ വരെയുള്ള കവറേജ് ലഭിക്കുമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ പ്ലാൻ പരിഗണിക്കാം. 2,
2 ലക്ഷം രൂപയുടെ ബേസ് പ്ലാൻ വേറെ ഏതെങ്കിലും ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയിലുള്ളവർക്ക് ഈ പ്ലാൻ ഒരു സൂപ്പർ ടോപ്പ് പ്ലാൻ ആയിട്ട് പരിഗണിക്കാവുന്നതാണ്. അടുത്തതായി ഈ പ്ലാനിൻ്റെ മെയിൻ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. ഈ പ്ലാനിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പ്രീമിയം വളരെ കുറവാണ്. ഡിസഡ്വാൻറ്റേജസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇതൊരു ഗ്രൂപ്പ് പ്ലാനാണ്. എപ്പോൾ വേണമെങ്കിലും കമ്പനിക്ക് പ്രീമിയത്തിൽ വർധന വരുത്താൻ സാധിക്കുന്നതാണ്. അടുത്തതായിട്ട് പോർട്ടബിലിറ്റി ഓപ്ഷൻ ഈ പ്ലാനിൽ അവൈലബിൾ അല്ല. അതായത് നാളെ ഒരു സമയത്ത് നിങ്ങൾ ഈ പ്ലാനിൽ നിന്ന് വേറൊരു കമ്പനിയുടെ പ്ലാനിലോട്ട് മൈഗ്രേഷനോ പോർട്ടബിലിറ്റി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് സാധിക്കുന്നതല്ല. അതുപോലെ തന്നെ ഒരു ബാങ്ക് അഷ്വറൻസ് പ്രോഡക്റ്റ് ആയതുകൊണ്ട് കൃത്യമായ സർവീസ് എപ്പോഴും നിങ്ങൾക്ക് ലഭിക്കണമെന്നില്ല. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക് വിതരണം ചെയ്യുന്ന ഹെൽത്ത് പ്ലസ് എന്ന ഈ പ്ലാൻ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് തോന്നുന്നു. ഈ പ്ലാനിനെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ നിങ്ങളുടെ അടുത്തുള്ള ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്കുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് ഒരു ഓർമ്മപ്പെടുത്തൽ: ഇൻഷുറൻസ് ഈസ് എ സബ്ജക്ട് മാറ്റർ ഓഫ് സോളിസിറ്റേഷൻ. ഏതൊരു ഇൻഷുറൻസ് പ്രോഡക്റ്റും തിരഞ്ഞെടുക്കുന്നതിന് മുമ്പും ആ പ്രോഡക്ട്സിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ വ്യക്തമായിട്ട് വായിച്ച് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ട്രസ്റ്റ് ടോക്ക് എന്ന ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ ടു ഗെറ്റ് ദ റൈറ്റ് ഇൻഫോർമേഷൻസ് അറ്റ് റൈറ്റ് ടൈം. ഇനി അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വരുന്നവരെ ഐ ആം സൈനിങ് ഓഫ്. സനോജ് ലാൽ.